ഹലോ ഫ്രണ്ട്സ്, 2025 PSCയുടെ പ്രധാനപ്പെട്ട പരീക്ഷകളുടെ എക്സാം തീയതികൾ PSC പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഏതൊക്കെ മാസങ്ങളിലാണെന്നുള്ളത് നമുക്കൊന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കാം 2025 PSCയിലെ പ്രധാനപ്പെട്ട എക്സാംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ വരുന്നത് സെക്രട്ടേറിയറ്റ് OA ആണ്. അതായത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻ്റ് ആണ് വരുന്നത്. പ്രിലിംസ് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസ് പരീക്ഷ വരുന്നത് 2025 മാർച്ച് മെയ് മാസങ്ങളിലാണ്. സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ മെയിൻസ് പരീക്ഷ വരുന്നത് 2025 മാർച്ച് മെയ് മാസങ്ങളിലായിരിക്കും നടക്കുന്നത്. അതുപോലെ തന്നെ 10th പ്രിലിംസിൽ അതിൻ്റെ കൂടെ തന്നെ നടന്നൊരു തസ്തികയായിരുന്നു ലബോറട്ടറി അസിസ്റ്റൻറ്റ്. അപ്പോൾ ലബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് പരീക്ഷ നടക്കുന്നതും ഇതേ സെയിം തന്നെയാണ്, മാർച്ച് മെയ് മാസങ്ങളിലാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെയും ലബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് പരീക്ഷകൾ നടക്കുന്നത് മാർച്ച് മെയ് മാസങ്ങളിലാണ്. പിന്നെ നമുക്കറിയാം നമ്മളെല്ലാം അപ്ലൈ ചെയ്തൊരു പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. കൂടുതൽ വിദ്യാർത്ഥികൾ നോക്കുന്ന ഒരു തസ്തിക കൂടിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് പരീക്ഷ വരുന്നത് മെയ് ജൂൺ മാസങ്ങളിൽ. 2025 മെയ് ജൂൺ മാസങ്ങളിലാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് വരുന്നത്. അതുപോലെ തന്നെ മെയിൻസും അതിൻ്റെ കൂടെ തന്നെ ഉടനെ തന്നെ വരുന്നുണ്ട്, ഓഗസ്റ്റ് ഒക്ടോബറിലാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻസിൻ്റെ പ്രിലിംസ് പരീക്ഷ വരുന്നത് മെയ് ജൂൺ മാസങ്ങളിലും അതുപോലെ തന്നെ മെയിൻസ് പരീക്ഷ വരുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലുമായിരിക്കും. ക്ലിയർ ആണേ? അടുത്തതിലോട്ട് നോക്കാം. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് SI പ്രിലിംസ് പരീക്ഷ വരുന്നത് മെയ് ജൂലൈ മാസങ്ങളിലും അതുപോലെ തന്നെ മെയിൻസ് പരീക്ഷ വരുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലും. പിന്നെ നമ്മുടെ ഉദ്യോഗാർത്ഥികളൊക്കെ എഴുതുന്നൊരു പരീക്ഷയാണ് സിവിൽ എക്സൈസ് ഓഫീസർ, അതുപോലെ തന്നെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ. അതിൻ്റെ പരീക്ഷ വരുന്നത് മെയ് ജൂലൈ മാസങ്ങളിലാണ്. അതായത് നമുക്ക് അറിയാം സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷകൾ ഇപ്പം അതായത് പ്രിലിംസ് ഇല്ല, ഡയറക്റ്റ് മെയിൻസ് പരീക്ഷയാണ് വരുന്നത്. മെയിൻസ് പരീക്ഷ അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ അഥവാ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പരീക്ഷ വരുന്നത് മെയ് ജൂലൈ മാസങ്ങളിലാണ്. ക്ലിയർ ആയ? മെയ് ജൂലൈ മാസങ്ങളിലാണ്. അതുപോലെ തന്നെ CPO WCPO പരീക്ഷകൾ വരുന്നത് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലും അതുപോലെ തന്നെ പോലീസിൻ്റെ IRB ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ്റെ പരീക്ഷ വരുന്നത് ജൂൺ ആഗസ്റ്റ് മാസങ്ങളിലുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയൊന്ന് നോക്കി വെക്കണം. സിവിൽ എക്സൈസ് ഓഫീസർ അതുപോലെ തന്നെ CPO പരീക്ഷകളൊക്കെ തൊട്ടടുത്ത മാസങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ CPOക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം CPO, സിവിൽ എക്സൈസ് ഓഫീസർ അതുപോലെ തന്നെ ഫയർമാൻ ഇതിന് മൂന്നിനും ഒരുമിച്ച് തയ്യാറെടുക്കുക. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു യൂണിഫോം പോസ്റ്റിലോട്ട് നമുക്ക് കയറാൻ സാധിക്കും. ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മൾ ഒരു തസ്തികയ്ക്ക് വേണ്ടി മാത്രം പഠിക്കരുത്. മാക്സിമം പരീക്ഷകൾ അറ്റൻഡ് ചെയ്ത് തന്നെ പഠിക്കണം. മാക്സിമം അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു പോസ്റ്റിലോട്ട് ജോലിക്ക് കയറാൻ സാധിക്കൂ. അപ്പോൾ നമ്മൾ സിവിൽ പോലീസ് ഓഫീസറിനെന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കരുത്. സിവിൽ പോലീസ് ഓഫീസറിൻ്റെ കൂടെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറും അതുപോലെ തന്നെ ഫയർമാൻ പോലുള്ള തസ്തികകൾക്കുള്ള പരീക്ഷകളും ഒരുമിച്ച് പഠിക്കുക. എക്സാം പരീക്ഷാ തീയതികളെല്ലാം അടുത്തടുത്താണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമുണ്ട്. പരീക്ഷകൾ അടുത്തടുത്ത് തന്നെ ആയിരിക്കും വരുന്നത്. മെയിൻസ് മാത്രമേ ഉള്ളൂ, അതാണ് പ്രത്യേകത. പ്രിലിംസ് ഇല്ല, മെയിൻസ് മാത്രമേ ഉള്ളൂ. മെയിൻസ് എഴുതിയിട്ട് തന്നെ മെയിൻസ് പാസ്സായി നമുക്ക് ഫിസിക്കലിലോട്ട് പെട്ടെന്ന് തന്നെ പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, സിവിൽ എക്സൈസ് ഓഫീസർ അഥവാ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പരീക്ഷാ തീയതി വരുന്നത് മെയ് ജൂലൈ മാസവും അതുപോലെ തന്നെ CPO സിവിൽ പോലീസ് ഓഫീസർ വുമൺ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ എക്സാം ഡേറ്റ് വരുന്നത് ജൂൺ ഓഗസ്റ്റും അതുപോലെ തന്നെ പോലീസ് IRB ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ്റെ CPOയുടെ എക്സാം തീയതി വരുന്നത് ജൂൺ ഓഗസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ പരീക്ഷാ തീയതി വരുന്നത് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ വരുന്നത് അതുപോലെ തന്നെ ഫയർ വുമൻ്റെ വരുന്നതും ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും. ഫയർ വുമൻ്റെ ഫയർമാൻ്റെ ഒക്കെ പരീക്ഷാ തീയതി വരുന്നത് ജൂൺ ഓഗസ്റ്റ് ആണ്. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നു സിവിൽ എക്സൈസ് ഓഫീസർ, CPO അതുപോലെ തന്നെ ഫയർമാന്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ഫയർ വുമൺ ഇതിൻ്റെ എല്ലാ പരീക്ഷാ തീയതികൾ അടുത്തടുത്താണ് വരുന്നത്. സിലബസ് സെയിം ആണ്, സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രമാണ് വ്യത്യാസമുള്ളത്. സ്പെഷ്യൽ ടോപ്പിക്സിന് വേണ്ടിയുള്ള സെപ്പറേറ്റ് ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ ഇടുന്നതാണ് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ. അപ്പോൾ അത് മാത്രമാണ് വ്യത്യസ്തമായിട്ട് വരുന്നത്. ബാക്കി എല്ലാം +2 ടോപ്പിക്സ് ആണ് വരുന്നത്. +2 ബേസ് ചെയ്തുള്ള പരീക്ഷയാണ് വരുന്നത്, ക്വാളിഫിക്കേഷൻ ഉള്ളതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഫോഴ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇത് മൂന്നും ഒരുമിച്ച് തന്നെ പ്രിപ്പയർ ചെയ്യുക. സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം ക്ലിയർ ആണേ? അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഒരു SLC ക്വാളിഫിക്കേഷൻ ഉള്ളൊരു തസ്തികയാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. ജില്ലാടിസ്ഥാനത്തിലാണ് നിയമനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാം വരുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിരിക്കും കേട്ടോ. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാം വരുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് പിന്നെ പ്രിലിംസ് വരുന്നത് മെയ് ജൂലൈ മാസങ്ങളിലും അതുപോലെ തന്നെ മെയിൻസ് വരുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലുമായിരിക്കും ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ വരുന്നത്.
അതുപോലെ തന്നെ നമ്മളിനിയിപ്പം നമ്മുടെ ചാനലിൽ നമ്മളിനിപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സസ് ഒക്കെ ആരംഭിക്കാൻ പോകണം. അതുപോലെ തന്നെ നമ്മൾ കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്സസ് എല്ലാം നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരെല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നമ്മൾ കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ്സുകളെല്ലാം നമ്മൾ ഇടുന്നതാണ്, നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ ഇനിയിപ്പം സ്പെഷ്യൽ ടോപ്പിക്സ്, അതായത് CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്സ്, അതുപോലെ തന്നെ ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ്, അതുപോലെ തന്നെ എന്താണ് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പുതിയ അപ്ഡേറ്റഡ് സിലബസിൻ്റെ എല്ലാം നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ ടോപ്പിക്സ് നിങ്ങൾക്ക് വേണം എന്നുള്ളവർ ഇതിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മുമ്പോട്ട് പോകാനും അതുപോലെ തന്നെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് മാത്രം ഇൻട്രസ്റ്റഡ് ആണ് നമ്മുടെ ക്ലാസ്സസ് കാണാൻ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. കഴിഞ്ഞ വർഷത്തെ CPOയുടെ ആയാലും സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ആയാലും നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് കണ്ട് ഒരുപാട് കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ലിസ്റ്റിലും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട്, നമ്മുടെ ക്ലാസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മാക്സിമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ മാക്സിമം നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഫ്രീ ആയിട്ട് ക്ലാസ്സസ് യൂട്യൂബിൽ ഇട്ട് തരുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കൂ. അതുപോലെ തന്നെ കറണ്ട് അഫെയറും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ടെസ്റ്റുകളിലൊക്കെ ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ പോയി അപ്ലൈ ചെയ്യുക. ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ വേക്കൻസിയും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഓൾ.